Hi all, good morning. Previous class we orbital angular momentum discussed. Then angular momentum in rotational spherical polar coordinates like converted operators. And previous class discussed. We discuss the topic spherical harmonics. Spherical harmonics is spherical symmetry. We consider spherical symmetry potential consider we spinless particle. Spinless particle we consider that half spin specially mentioned general spinless half spinless and spin. Okay, അപ്പോൾ ഈ സ്പിന്നില്ലാത്തൊരു പാർട്ടികൾ കാരണം നമ്മളിവിടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ നേരത്തെ ഹാഫ് സ്പിന്ന് ഡിസ്കസ് ചെയ്ത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഇവിടെ നമ്മൾ സ്പിന്നൊന്നുമില്ല, ഹാഫ് അങ്ങനെ ഒന്നുമില്ല, ഒരു സ്പിന്നും ഇല്ലാത്ത ഒരു സ്പിൻലെസ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്. ഈ സ്പിൻലെസ് പാർട്ടിക്കിൾ ഒരു സ്ഫെറിക്കൽ സിമെട്രിക് പൊട്ടൻഷ്യലിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഇക്വേഷൻ എഴുതലാം, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എഴുതാം. ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന് നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് മൂന്നെണ്ണാണ് ആർ തീറ്റ ഫൈ. അതിൽ തീറ്റ ഫൈന് നമുക്ക് ആംഗുലാർ പാർട്ടെന്നും ആറിന് നമുക്ക് റേഡിയൽ പാർട്ടെന്നും പറഞ്ഞ് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ഈ സ്ഫെറിക്കൽ സിമെട്രിക് ഒബേ ചെയ്യുന്ന ഈ പൊട്ടൻഷ്യലിൻ്റെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഫോമിൽ എഴുതിയാൽ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എഴുതിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് സെപ്പറബിൾ ഫോമിലേക്കാക്കി മാറ്റാം, which is separable in spherical coordinates. അത് സെപ്പറബിൾ ആക്കുക മീൻസ് ഇതിൽ ആർ തീറ്റ ഫൈ പറഞ്ഞ 3 കോർഡിനേറ്റ്സ് ആണ് എസ് പി സിയിൽ ഉണ്ടാവുക. അതിൽ ആർ എന്ന് പറയുന്നത് റേഡിയൽ കമ്പോണൻറ്റും തീറ്റ ഫൈ എന്ന് പറയുന്നത് ആംഗുലാർ കമ്പോണൻറ്റും. അപ്പം ഇതിന് രണ്ടിനും സെപ്പറബിൾ പാർട്ടാക്കുക, റേഡിയൽ പാർട്ടും ആംഗുലാർ പാർട്ടും. തീറ്റ ഫൈ രണ്ടും കൂടെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ആംഗുലാർ പാർട്ട്, ആർ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് റേഡിയൽ പാർട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോമിലാക്കുക, രണ്ട് സെപ്പറബിൾ ഫോമിലാക്കുക. ഇതിൽ ഈ ആംഗുലാർ പാർട്ടിൽ ചെയ്യുന്ന ആ സൊല്യൂഷനാണ് സ്ഫെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യാം YLM തീറ്റ ഫൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സോ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം, അതായത് സ്ഫെറിക്കൽ ഹാർമോണിക്സിൽ എഴുതിയ വേവ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനെയാണ് റെപ്രസെൻ്റ് ചെയ്തത് x-n-Lm. ഈ LM എന്നുള്ള സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലും എമ്മും പറഞ്ഞ ഒരു ക്വാണ്ടം നമ്പർ ആയിരുന്നു. വേറെ n ഈസ് ആൻ അനദർ ക്വാണ്ടം നമ്പർ വിച്ച് ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ L എന്തായിരുന്നു, ഓർബിറ്റൽ, അസിമുതൽ എന്നൊക്കെ പറയും, മാഗ്നറ്റിക്. അങ്ങനെ 3 ക്വാണ്ടം നമ്മൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ NLMൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടായിരുന്നു ആറ്റത്തിൽ ഓരോ ഇലക്ട്രോൺസ് എവിടെ ഒക്യുപ്പൈ ചെയ്യണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുക. അതൊക്കെ പ്രീവിയസ് അല്ലെങ്കിൽ കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ. അപ്പം നമ്മളിത് സ്ഫെറിക്കലിൽ ഈ ക്വാണ്ടം നമ്പർ വരുന്നത് ആറ്റത്തിന് നമുക്ക് സ്ഫെറിക്കൽ ഷേപ്പാണെന്നുള്ള അസംഷനിലാണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം, RNL of R into YLM of theta phi. ഈ RNL of R which is a radial part and YLM of theta phi is the angular part. അപ്പോൾ ഈ RNL of Rൽ ഓൺലി കണ്ടെയ്ൻ R ടേംസ് മാത്രമേ കണ്ടെയ്ൻ ചെയ്യുള്ളൂ. ആംഗുലാർ പാർട്ടായ YLM of theta phiയിൽ 2 ആംഗിൾ ഉണ്ടല്ലോ, തീറ്റ ഫൈ എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ ഉണ്ട്, 2 ആംഗിളും കണ്ടെയ്ൻ ചെയ്യും. അതിന് ഈ YLM of തീറ്റ ഫൈനെയാണ് സ്ഫെറിക്കൽ ഹാർമോണിക്സ്, അല്ലെങ്കിൽ അതിന് ഇതായിട്ട്. ഇപ്പം നമുക്കിനി ഇത് അഡ്വാൻസ് ചെയ്യുമ്പം ഈ YLMൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, അതിൻ്റെ കാര്യങ്ങൾ. ഈ YLM എന്നുള്ള ഒരു ഇപ്പം നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, ഇത് ഞാൻ എഴുതിയാൽ ശ്രദ്ധിക്കുക. ഈ റേഡിയൽ പാർട്ടിൽ N എന്നുള്ള ക്വാണ്ടം നമ്പറിൻ്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്, L എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറിൻ്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ YLMൽ N ഡിപ്പെൻഡൻസ് ഇല്ല, ഓൺലി ഡിപ്പെൻഡ് ഓൺ L ആൻഡ് M. അപ്പം ഈ എല്ലും എമ്മും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, LZ, L2, L ലാഡർ ഓപ്പറേറ്റേഴ്സായ L+, L-, ഇതൊക്കെ ഈ YLM തീറ്റ ഫൈൽ ആക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് നമ്മൾ H എന്ന് പറഞ്ഞ ലെറ്റർ ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ H L² ആയിട്ടും LZ ആയിട്ടും എന്ത് ചെയ്യും, കമ്മ്യൂട്ട് ചെയ്യും. H കമ്മ്യൂട്ട്സ് വിത്ത് LZ ആൻഡ് L². അപ്പം എന്തായും അതിൻ്റെ ഐഗൺ ഗെറ്റ്സ് L²നും LZ-നും H-നൊക്കെ എന്തായി കോമൺ ആയിട്ട് ഒരു ഐഗൺ ഗെറ്റ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ എന്താണെന്ന് നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറൊക്കെ പറയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എടുത്തെഴുതാം. ഓക്കെ, L² the state acting when L² acting on the ket
Lm, we get the eigenvalue as L into L plus 1 h hat square Lm, and Lz acting on the state Lm, we get the eigenvalue as m h hat Lm, where the value of m varies from minus L to plus n. നമ്മൾ ഇനി ഒരു ഡയറക്ഷൻ eigen gets n എന്ന് പറയുന്ന ഒരു ന്യൂ ഡയറക്ഷൻ eigen gets ഡിഫൈൻ ചെയ്യാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ഡയറക്ഷൻ eigen get വി ഹാവ് ടു ഡിഫൈൻ ബ്രാക്കറ്റ് n Lm ഈസ് ദ y-Lm ഓഫ് തീറ്റ ഫൈ. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യാണ് n Lm ഗെറ്റ് എന്ന് പറയുന്നത്. ഈ n എന്ന് പറയുന്ന ഡയറക്ഷൻ ഗെറ്റാണ്. വിച്ച് ഡയറക്ഷൻ അതിൻ്റെ ഒരു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള ഒരു eigen ഗെറ്റാണ് Lm. നമ്മൾ സാധാ പൊസിഷൻ റെപ്രസെൻറ്റേഷനിൽ ആയിരുന്നു eigen gets ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുക. ബട്ട് നമ്മളിവിടെ സ്ഫെറിക്കലിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ആ ഒരു ഔട്ട്വേർഡ് അല്ലെങ്കിൽ ആ റേഡിയലി ഔട്ട്വേർഡ് എന്നുള്ള ആ ഒരു പോയിന്റിലേക്കായിരിക്കും. അപ്പോൾ അത് ഓരോ പൊസിഷനിലും എന്ത് ചെയ്യും, ഈ എന്നിൻ്റെ വാല്യൂ മാറി വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് n Lm വീത y-Lm ഓഫ് തീറ്റ ഫൈ. അതിന് നമുക്കൊന്ന് ഷോർട്ടാക്കിയിട്ട് എല്ലാണിത് y-Lm ഓഫ് n എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുക. കാരണം തീറ്റ ഫൈ എന്നുള്ള രണ്ട് ഡയറക്ഷനെയും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡയറക്ഷൻ eigen get ഉണ്ടാവുക. ഇനി നമ്മൾ ഇപ്പോൾ ഈ y-Lm ഓഫ് തീറ്റ ഫൈ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? y-Lm ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന eigen സ്റ്റേറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് കൺസിഡർ ചെയ്യാം. ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഫോർസ്. അതിന് ഈ y-Lm ഓഫ് തീറ്റ ഫൈ എല്ലിൻ്റെയും എൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ y-Lm പറഞ്ഞാൽ ജസ്റ്റ് eigen സ്റ്റേറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡാണെന്ന് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മളിനി ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും കറസ്പോണ്ടിങ് eigen gets ഒക്കെ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ eigen വാല്യൂ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയൊരു ഫസ്റ്റ് നമ്മൾ Lz ആണ് കൺസിഡർ ചെയ്യുന്നത്. വി ഹാവ് ദ eigen വാല്യൂ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു Lz ഈസ് ദ Lz ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് Lm, വി ഗെറ്റ് ദ eigen വാല്യൂ as m h hat with the state Lm. So we have to substitute the value of operator Lz. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റർ ഫോം Lzൻ്റെയും Lx y വേണ്ട, അതിന് പകരമായിട്ട് L plus L minus എന്നുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ ഓപ്പറേറ്റർ ഫോം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ Lzൻ്റെ ഓപ്പറേറ്റർ ഫോം നമുക്കറിയാം. ആ Lzൻ്റെ ഓപ്പറേറ്റർ ഫോം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ ടേംസ് ഓഫ് സ്ഫെറിക്കൽ ഹാർമോണി അല്ലെങ്കിൽ ഈ ഒരു eigen സ്റ്റേറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡായ ഈ y-Lm ഓഫ് തീറ്റ ഫൈ അല്ലെങ്കിൽ y-Lm ഓഫ് n, y-Lm ഓഫ് തീറ്റ ഫൈ തന്നെ എടുക്കാം. അധിക ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പം ആ ഒരു ഫോമിലേക്ക് നമ്മളിത് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വി ഹാവ് ദ eigen വാല്യൂ ഇക്വേഷൻ Lz ആക്ടിങ് ഓൺ Lm, വി ഗെറ്റ് m h hat Lm മൾട്ടിപ്ലൈ ദ ബ്രാ n വിച്ച് ഈസ് ദ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഡയറക്ഷൻ eigen get ആണ്. ഓൺ ദ ലെഫ്റ്റ്, ഫ്രം ദ ലെഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് Lz ആക്ടിങ് ഓൺ ദ get n Lm which is equal to m h hat n Lm. ഇതിനി ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഡയറക്ഷൻ eigen get ആണ് അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ Lz as minus i h hat dou by dou phi, then we get minus i h hat dou by dou phi of n Lm is equal to m h hat n Lm. We have to identify what is n Lm. We have already discussed n Lm is equal to y-Lm theta phi. So we have to substitute y-Lm theta phi in terms of bracket n Lm. So when substituting we get minus i h hat dou by dou phi, y-Lm of theta phi is equal to m h hat y-Lm of theta phi. യൂസിങ് വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് നമുക്ക് ഇതിൽ നിന്ന് y-Lm ഓഫ് തീറ്റ ഫൈ എന്താ കണ്ടുപിടിക്കണം. അപ്പോൾ y-Lm ഓഫ് തീറ്റ ഫൈ കണ്ടുപിടിച്ചാൽ നമുക്കിതൊരു ലോഗരിതമിക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഡോ ബൈ ഡോ ഫൈ ടേമിലല്ല വരിക. അപ്പം ആ ഒരു ഫൈ ടേമിലേക്ക് മാറുമ്പം ഒരു ലോഗരിതമിക് എക്സ്പ്രഷനിലേക്ക് ഇത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്നത് y-Lm ഓഫ് തീറ്റ ഫൈനെ ഒരു e⁻im⁵ ഡിപ്പെൻഡൻസിലാണ് നമുക്ക് കൺസിഡർ ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കാം. സോ യൂസിങ് വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഞാൻ എന്ത് ചെയ്തു, ആദ്യം വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. രണ്ട് സൈഡിലും h hat ക്യാൻസൽ ചെയ്തു, മൈനസ് i റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. ദെൻ വി ഗെറ്റ് ഇവിടെ ln ഫോമിലേക്ക് വരും. ദെൻ taking exponential on both sides, ln and exponential gets cancelled. We get y-Lm of theta phi is equal to e⁻im⁵.
or we can find dependence on ylm of theta phi എങ്ങനെയായിരിക്കും in terms of exponential ഫംഗ്ഷൻ്റെ ഫോമിലാണ് ഉണ്ടാവുക. ലൈക്ക്വൈസ് നമുക്ക് എന്ത് ചെയ്യാം, എൽ സ്ക്വയർ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ള ഫോമും കൂടെ ജസ്റ്റ് കൺസിഡർ ചെയ്യാം. സോ എൽ സ്ക്വയറിൻ്റെ ഡിപ്പെൻഡൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രീവിയസ് കേസിൽ ചെയ്ത പോലെ ആദ്യം eigen വാല്യൂ ഇക്വേഷൻ എഴുതി. ദെൻ വി ഹാവ് ദ എൽ സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ അറിയാം. എൽ സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ -h² ഇൻറ്റു 1/sin സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് 1/sin തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. ദെൻ ബ്രാ എന്നോണ്ട് ലെഫ്റ്റ് നിന്ന് മൾട്ടിപ്ലൈ ചെയ്തു both side. Then we have to identify what is NLM. We have NLM is the YLM of theta phi. Then L square acting on YLM of theta phi is equal to L into L plus 1 h square YLM of theta phi. Again brought the term in RHS to the LHS. Then L square minus L into L plus 1 h square of YLM of theta phi is equal to 0. Next we have to substitute the value of L square and make some rearrangement. Then we get 1/sin theta dou by dou theta of sin theta dou by dou theta plus 1/sin square theta dou square by dou phi square plus L into L plus 1 of YLM is equal to 0. which is എന്താണ്, ഒരു സിംപ്ലി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വിച്ച് ഇസ് YLM ഓഫ് സാറ്റിൻ്റെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് YLൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഇത് നമുക്കൊരു ഓർത്തോഗണാലിറ്റി റിലേഷൻ അറിയാം. ആ ഓർത്തോഗണാലിറ്റി റിലേഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷന് ഡെഡ്യൂസ് ആയിട്ട് വരും. അതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫോർമുലയാണ് ദ ഓർത്തോഗണാലിറ്റി റിലേഷൻ. എന്ത് കിട്ടും? ദ ഓർത്തോഗണാലിറ്റി റിലേഷൻ bracket L dash M dash with LM is equal to delta L L dash and delta M M dash. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഈ ഒരു ഇക്വേഷനിൽ ഈ ബ്രാക്കറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഇൻ്റഗ്രേഷൻ ഫോമിലേക്ക് എഴുതുമ്പോൾ ഇവിടെ എല്ലും എമ്മും എന്ന് പറഞ്ഞാൽ 2 ക്വാണ്ടം നമ്പേഴ്സേ ഉള്ളൂ. എല്ലും എമ്മും കറസ്പോണ്ട് ടു തീറ്റ ഫൈ ആംഗുലാർ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. എൻ എന്ന് പറയുന്നത് റേഡിയൽ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ SPCയിലെ ഒരു ഏരിയൽ എലമെൻറ്റ്, കാരണം 2 കോർഡിനേറ്റ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ വോളിയം കൺസിഡർ ചെയ്യണമെന്നില്ല, അവിടെ 6 ഇല്ലല്ലോ. അപ്പം ഏരിയൽ എലമെൻറ്റ് കൺസിഡർ ചെയ്താൽ നമുക്ക് വിച്ച് ഈസ് ഒരു കുറച്ചുകൂടെ സ്ഫെറിക്കൽ ഹാർമോണിക്സിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഓർത്തോഗണാലിറ്റി റിലേഷനും കിട്ടും. അപ്പം ഈ ഒരു ബ്രാക്കറ്റ് എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ ചെയ്യാം? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സൈസ് ചാർ സൈ ചെയ്യൽ എങ്ങനെയായിരുന്നു? സൈസ് ചാർ സൈ പറഞ്ഞാൽ എന്തായിരുന്നു? ബ്രാക്കറ്റ് സൈസ് സൈ അല്ലായിരുന്നു. അതേപോലെ ആ ഫോമിലേക്ക് യൂസ് ചെയ്തിട്ട് എന്നെല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ഫോമിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ഷൻ ഐഗൻ ഗെറ്റ്സ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഡയറക്ഷൻ ഐഗൻ ഗെറ്റ്സ് വെറുതെ നമുക്ക് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഒരു ക്ലോഷർ റിലേഷൻ യൂസ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം എന്തായിരുന്നു ക്ലോഷർ റിലേഷൻ? ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് കണ്ടിന്യൂസിൻ്റെ കേസിലാണെങ്കിൽ ഇൻ്റഗ്രൽ ബ്രാ എൻ ഡാഷ് ഗെറ്റ് എൻ ഡാഷ് ബ്രാ എൻ ഡാഷ് ആ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് സ്ഫെറിക്കൽ ഹാർമോണിക്സ് ഒബേ ചെയ്യുന്ന ഒരു ഓർത്തോഗണാലിറ്റി റിലേഷൻ കിട്ടും. വിച്ച് ഈസ് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. എങ്ങനെയായിരുന്നു വരെ? ഇൻ്റഗ്രൽ വേരിയബിൾ തീറ്റയും ഫൈയും മാത്രമേ ഉള്ളൂ. തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റയുടെ വാല്യൂ 0 to π വരെ വാരി ചെയ്യും, ഫൈൻ്റെ വാല്യൂ 0 to 2π വരെ വാരി ചെയ്യും. ദെൻ എൽ ഡാഷ് എം ഡാഷ് എൻ എൽ എം സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യും. സൈൻ തീറ്റ ഡി തീറ്റ ഇസ് ദ ഡി ഓഫ് കോസ് തീറ്റ. അപ്പം ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ തീറ്റൻ്റെ വാല്യൂ ഇവിടെ 1 to -1 ആവും. കോസ് 0 1 കോസ് പൈ -1 ആവും. പക്ഷേ സൈൻ തീറ്റ പറഞ്ഞാൽ മൈനസ് ഓഫ് കോസ് തീറ്റ അല്ലേ, സോറി മൈനസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ. ആ മൈനസ് ഇവിടേക്ക് വന്നാൽ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യും. ദെൻ ഡി ഫൈ വാരി ഫ്രം 0 to 2π -1 to 1 ഡി ഓഫ് കോസ് തീറ്റ. ഇതിനെ നമുക്ക് YL ഡാഷ് എം ഡാഷ് സ്റ്റാർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സ്റ്റാറാണ് സ്റ്റാർ ഓഫ് തീറ്റ ഫൈ ഇൻറ്റു YLM ഓഫ് തീറ്റ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ LL ഡാഷ് ഡെൽറ്റ M ഡാഷ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്നെസ് റിലേഷനും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഹാർമോണിക്സിലെ ഓർത്തോഗണാലിറ്റി റിലേഷൻ കിട്ടി. ഇത് നമ്മൾ L പ്ലസും L മൈനസും L പ്ലസ് മതി. L പ്ലസ് ആക്ട് ചെയ്താൽ എന്താ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനായിട്ട് നമുക്ക് L പ്ലസിൻ്റെ എക്സ്പ്രഷൻ ഓർമ്മ വേണം, പിന്നെ അതിൻ്റെ കണ്ടീഷനൊക്കെ ഓർമ്മ വേണം. L പ്ലസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ അതിൻ്റെ എം വാല്യൂ എപ്പോഴും +1 വെച്ചിട്ട് ഇൻക്രീസ് ആയിപ്പോവും. +1 യൂണിറ്റ് ഓഫ് h ടെൻസ് ടു
ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് എഴുതുക. അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ എൽ പ്ലസ് ഒരു ഓപ്പറേറ്ററിൽ ഒരു ഈഗൻ ഗെറ്റിൽ ആക്ട് ചെയ്യില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ എം വാല്യൂവിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. എമ്മിൻ്റെ അപ്പർ ലിമിറ്റ് പ്ലസ് എല്ലും എമ്മിൻ്റെ ലോവർ ലിമിറ്റ് മൈനസ് എല്ലും ആണെന്ന് പറയും. അപ്പം എൽ പ്ലസ് ഈ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള എമ്മിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള പ്ലസ് എല്ലിൽ ആക്ട് ചെയ്താൽ വി ഗെറ്റ് 0യും സിമിലർലി എൽ മൈനസ് അതിൻ്റെ ലോവർ ലിമിറ്റായ മൈനസ് എല്ലിൽ ആക്ട് ചെയ്താൽ എഗെയിൻ വി ഗെറ്റ് 0. അങ്ങനത്തെ പ്രീവിയസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വേണം. അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ പോകുന്നത്. ഓക്കെ, എൽ പ്ലസിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? മൈനസ് ഐ എച്ച് ഡി റേസ് ടു ഐ ഫൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഡോ ബൈ ഡോ ഫൈ എൽ പ്ലസ് ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് എൽ വിത്ത് എം വാല്യൂ മാക്സിമം ഓഫ് ഇറ്റ്സ് ലിമിറ്റ് എം ഇസ് ഈക്വൽ ടു എൽ വി ഗെറ്റ് അഗൈൻ 0. എന്നിനെ ലെഫ്റ്റ് നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. then we get minus I h get e raised to I phi I into dou by dou theta minus cot theta dou by dou phi n LL is equal to 0. We have to identify n LL. n LM പറഞ്ഞാൽ എന്തായിരുന്നു? YLM of theta phi. അപ്പോൾ n LL എന്തായിരുന്നു? YLL theta phi. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നമുക്ക് YLLൻ്റെ വാല്യൂ കിട്ടും. സോ എൻ എൽ എൽ ബി ദ YLL theta phi. എക്സ്പ്രഷനിൽ ഒരു ഇ റൈസ് ടു ടേം ഉണ്ടല്ലോ, ഇ റൈസ് ടു ഐ ഫൈ ഡിപ്പെൻഡൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഇ റൈസ് ടു ഐ എം ഫൈ എന്നുള്ള ഒരു ഫോമിലേക്കാണ് പോകുന്നത്. ഇവിടെ എം ഈക്വൽ ടു എൽ ആണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് ചെറിയ കാൽക്കുലേഷനിൽ വി ഗെറ്റ് YLL of theta phi is equal to CL into e raised to IL. L വരുന്ന എമ്മിൻ്റെ വാല്യൂ ഇവിടെ എൽ ആയതുകൊണ്ടാണ് IL phi into sin raised to L. അപ്പോൾ നമുക്ക് ഈ കോഎഫിഷ്യൻറ്റ് CLൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതൊരു LL എന്നുള്ള കേസാണ്. ഇത് ജനറൽ ആയിട്ടുള്ള കേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ജനറലായിട്ട് നമുക്ക് YLL of theta phiക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ഏഗൻ സ്റ്റേറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി യൂസിങ് നോർമലൈസേഷൻ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് CLൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിപ്പം എം എസ് ഈക്വൽ ടു എൽ ആവുന്ന കേസിലല്ല, ഇതേപോലെ ജനറൽ ആയിട്ടുള്ള ഒരു കേസിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അത് ജസ്റ്റ് നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയാച്ച അത്രയും നല്ലത്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് CL. യൂസിങ് നോർമലൈസേഷൻ കണ്ടീഷൻ നമുക്ക് അത് കിട്ടും. അപ്പോൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ YL നേരത്തെ ചെയ്തല്ലോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിൽ നിന്ന് വി ഗെറ്റ് ദ CL വാല്യൂ ഓഫ് CL ആസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ഓർത്തോഗണാലിറ്റി റിലേഷൻ. ആ ഓർത്തോഗണാലിറ്റി റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് CLൻ്റെ വാല്യൂ കിട്ടും. ഓർത്ത് വെച്ചാൽ മതി. CL is equal to -1 raised to L divided by 2 raised to L into L factorial into root of 2L plus 1 into 2L factorial divided by 4pi. അപ്പം നമുക്ക് എന്ത് കിട്ടി? CLൻ്റെ വാല്യൂ കിട്ടി. ഇപ്പം നമ്മൾ YLL അല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ YLL ഓഫ് തീറ്റ ഫൈ CLൻ്റെ വാല്യൂ കൊടുത്താൽ ശരിക്കും എന്താ കിട്ടുക? CLൻ്റെ വാല്യൂ ഇത് കിട്ടും. ദെൻ ഇവിടെ നമ്മൾ M is equal to L എന്നുള്ള അപ്പർ ലിമിറ്റാണ് കൊടുത്തത്. ഇതേപോലെ നമ്മൾ ഓരോ വാല്യൂ വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഓരോ വാല്യൂ വെച്ച് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് YLMൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ YLL അല്ലേ കണ്ടുപിടിച്ചേ, എമ്മിന് L എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടും. അതിന് മുന്നേ നമ്മൾ L മൈനസ് വെച്ചും കൂടെ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ L മൈനസ് ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ വി ഗെറ്റ് ഏക് വാല്യൂ SH കട്ട് ഇൻറ്റു റൂട്ട് ഓഫ് L പ്ലസ് എം ഇൻറ്റു L മൈനസ് എം പ്ലസ് 1 വിത്ത് സ്റ്റേറ്റ് എന്ത് ചെയ്യും? സ്റ്റേറ്റിൻ്റെ എം വാല്യൂ 1 യൂണിറ്റ് ഓഫ് H കട്ട് റെഡ്യൂസ് ചെയ്യും. അതിൽ നിന്ന് ഈ N ഇൻറ്റു L M മൈനസ് എന്നുള്ള സ്റ്റേറ്റ് എങ്ങനെ എഴുതാം? L minus LM divided by H cut into root of L plus M into L minus M plus 1. Okay, when substituting the value for L minus we getting in ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിൽ നിന്ന് നമ്മൾ പ്രീവിയസ് ഇതുപോലെ കണ്ടുപിടിച്ചാൽ നമുക്ക് അത് സോൾവ് ചെയ്തിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ ഈ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ എക്സ്പ്രഷൻ ഓർത്ത് വെക്കുക. എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ട്, എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടാണ് YLM ഓഫ് തീറ്റ ഫൈ is equal to -1 raised to L. L ആണ് ഇത്. -1 raised to L divided by 2 raised to L into L factorial root of 2L plus 1 divided by 4pi into L plus M factorial divided by L minus M factorial into e raised to IM phi divided by
1 by sin raised to m theta d raised to L minus of d cos theta of L minus m of sin theta raised to 2L. അപ്പം എല്ലിൻ്റെയും എമ്മിൻ്റെയും വാല്യൂവിനനുസരിച്ച് ഓരോ YLM തീറ്റ ഫൈ എന്ത് ചെയ്യും, വാരി ചെയ്യും. ഇനി മൈനസിൻ്റെ വാല്യൂ ആണെങ്കിൽ YLM മൈനസ് വൈ അത് ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ട് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഇനി സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് എക്സ്പ്രഷൻ, അതായത് ഇപ്പം എല്ലിന് 0 കൊടുത്താൽ എന്താ കിട്ടുക, അല്ലെങ്കിൽ എമ്മിന് 0 കൊടുത്താൽ, അങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. അത് നിങ്ങളെപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി YL ഓഫ് മൈനസ് എം ആണെങ്കിൽ YL ഓഫ് മൈനസ് എം തീറ്റ ഫൈ ഈസ് ഈക്വൽ ടു -1 റേസ് ടു m YLM ഓഫ് തീറ്റ ഫൈ സ്റ്റാർ ഹോൾ സ്റ്റാർ. YLMൻ്റെ അടുത്ത് സ്റ്റാർ എടുക്കണം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള m ഇസ് ഈക്വൽ ടു 0. അതിൻ്റെ വാല്യൂ YL 0 ഓഫ് തീറ്റ ഫൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2L + 1 ഡിവൈഡഡ് ബൈ 4π ഓഫ് PL ഓഫ് കോസ് തീറ്റ. PL ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെജൻഡർ പോളിനോമിയലാണ്. ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റയിലുള്ള എക്സ്പ്രഷനാണ്. സപ്പോസ് ഇവിടെ നമ്മൾ L എന്ന് പറയുന്നത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറാണല്ലോ. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഒരിക്കലും ഹാഫ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ക്വാണ്ടം നമ്പർ എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും, ഹാഫ് ഇൻറ്റീജർ ആയിരിക്കില്ല. നേരെ മറിച്ച് സ്പിൻ ആണെങ്കിൽ ഹാഫ് ഇൻറ്റീജർ ആയിരിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ, സപ്പോസ് L ഹാഫ് ഇൻറ്റീജർ ആണെങ്കിൽ കറസ്പോണ്ടിങ് M എന്തായിരിക്കും, ഹാഫ് ഇൻറ്റീജർ തന്നെ ആയിരിക്കും. ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ മാക്സിമം 1/2 ആണെങ്കിൽ എമ്മിൻ്റെ -1/2 + 1/2 പറഞ്ഞാൽ 2 വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം എല്ലിൻ ഹാഫ് ഇൻറ്റീജർ ആകുമ്പം എമ്മും എന്തായിരിക്കും, ഹാഫ് ഇൻറ്റീജർ ആയിരിക്കും. അപ്പം നമ്മൾ ഫൈ ഈസ് ഈക്വൽ ടു 2π റൊട്ടേഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു 2π ആകുമ്പം e⁻⁴ × 2π, വേറെ എം ഈസ് ദ ഹാഫ് ഇൻറ്റീജർ ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, -1 ആയിരിക്കും. വി ഹാവ് എന്താണ്, അപ്പം 2π റൊട്ടേഷനിൽ അത് വേവ് ഫംഗ്ഷൻ എപ്പോഴും സിംഗിൾ വാല്യൂഡ് ആവണം എന്നുള്ള കണ്ടീഷൻ മൂലം ഒരു 2π റൊട്ടേഷനിൽ ഇനീഷ്യൽ പോയിന്റിൽ തന്നെ അത് അവിടെ എത്തുമല്ലോ, ഇനീഷ്യൽ പോയിന്റിൽ തന്നെ എത്തും. ഈ 2π റൊട്ടേഷനിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, 2π റൊട്ടേഷനിൽ ഇവിടെ എത്തും. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി സിംഗിൾ വാല്യൂഡ് ആവാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ 2π റൊട്ടേഷനിലും ഇത് എന്ത് തന്നെയാണ്, സെയിം വേവ് ഫംഗ്ഷൻ ആണെന്ന് വരുത്തണം. കാരണം ആദ്യം ഇനീഷ്യൽ ടൈം ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ 2πയിൽ നമുക്ക് വേറെ വാല്യൂ ഒന്നും കിട്ടാൻ പാടില്ല, സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അത് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഒരു -1 വാല്യൂ കിട്ടും. -1 വാല്യൂ കിട്ടുക മീൻസ് എന്താണ്, അതിന് വേറെ വാല്യൂ ആണല്ലോ കിട്ടുക. ഓക്കെ ആണോ പറഞ്ഞത്? ഒപ്പം e⁻⁴ 0ക്ക് കിട്ടിയ വാല്യൂ തന്നെ e⁻⁵ കിട്ടണമല്ലോ. കാരണം സിംഗിൾ ഈ ഒരു പോയിന്റിൽ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. e⁻⁴ വാല്യൂ എന്താണ്, 1. പക്ഷേ e⁻⁵ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്, -1. എപ്പം എം ഹാഫ് ഇൻറ്റീജർ ആകുമ്പം. പക്ഷെ അത് വരില്ല, അതിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കണം, +1 തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്താവാൻ പാടില്ല, ഹാഫ് ഇൻറ്റീജർ ആവാൻ പാടില്ല. അപ്പോൾ എം ഹാഫ് ഇൻറ്റീജർ ആവരുത് മീൻസ് എൽ എന്തായിരിക്കില്ല, ഹാഫ് ഇൻറ്റീജർ വാല്യൂ ആവാൻ പാടില്ല. ഓക്കെ, അപ്പം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ അതിൻ്റെ ക്വാണ്ടം നമ്പർ എപ്പോഴും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും, വിച്ച് ഇസ് നോട്ട് ആൻ ഹാഫ് ഇൻറ്റീജർ. ഓക്കെ, ടെക്സ്റ്റിൽ ഈ കാര്യം വേറെ രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ YLM തീറ്റ ഫൈൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. CL × IM, CL കണ്ടുപിടിക്കുന്നതിന് മുന്നേ CL × IM⁵ sin⁻⁴. സപ്പോസ് നമ്മൾ കൊടുക്കുക L = M = ½ ദെൻ y½ തീറ്റ ഫൈൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും, C½ × e⁵/2 റൂട്ട് ഓഫ് സൈൻ തീറ്റ. നമ്മൾ ഇതേപോലെ കുറച്ച് മുന്നേ L- ചെയ്തിട്ടുണ്ട്. L- എക്സ്പ്രഷൻ ചെയ്തിട്ട് നമ്മൾ എന്താണ് NLM- പറഞ്ഞ കുറച്ച് എക്സ്പ്രഷൻ ചെയ്തിട്ടുണ്ട്. എന്താ ഇവിടെ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ജസ്റ്റ് ഈ ടേം ഒന്നും കൺസിഡർ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഈ ടേം കൺസിഡർ ചെയ്ത് നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഈ എല്ലിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് സിംഗുലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെയും ഈ കേസ് എമ്മിൻ്റെ വാല്യൂ ഇവിടെ നമ്മളിപ്പോൾ എടുത്താൽ എന്താണ്, എല്ലിൻ്റെ വാല്യൂ ഇൻറ്റീജറാണ്, എമ്മിൻ്റെ വാല്യൂ ഇൻറ്റീജർ, ഒരു സ്പെഷ്യൽ കേസ് വെച്ച് കൺസിഡർ ചെയ്താൽ അങ്ങനെയും ഈ വാല്യൂ പോസിബിൾ അല്ല എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് L- കേസിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ആ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക y½ - 1/2, അതായത് m-1 എന്നുള്ള സ്റ്റെപ്പ്. എമ്മിൻ്റെ വാല്യൂ 1/2 ആയിട്ട് ½ - 1 -½ കിട്ടും. ആ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു L- ഈ ഒരു സ്റ്റേറ്റിൽ
എം ഇസ് ഈക്വൽ ടു ഹാഫ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ അതിനെ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിൽ റൂട്ട് സൈൻ തീറ്റ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഈ റൂട്ട് സൈൻ തീറ്റ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ സിംഗിൾ ആവില്ല. ബിക്കോസ് തീറ്റാസ് ഈക്വൽ ടു 0 എന്നുള്ള കേസും തീറ്റാസ് ഈക്വൽ ടു 5 എന്നുള്ള കേസിലും റൂട്ട് ഓഫ് 0 വരും. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പോസിബിൾ അല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എല്ലിൻ്റെ എമ്മിൻ്റെ വാല്യൂ ഇൻറ്റീജർ ആവില്ല. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് 8 എഴുതിയിട്ടുണ്ട്, നോക്കണ്ട. എൻ ആക്ടിങ് ഓൺ എൽ മൈനസ് ഹാഫ് എച്ച് ജി ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ഗട്ട് ഇ റേസ് ടു മൈനസ് I5 ഇൻറ്റു മൈനസ് ഐ ഡോ ബൈ ഡോ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഡോ ബൈ ഡോ ഫൈ. കണ്ടിട്ട് പേടിക്കേണ്ട, എൽ മൈനസിൻ്റെ എക്സ്പ്രഷനാണ്. എൻ ഇൻറ്റു ഹാഫ് മൈനസ് 1/. ഇതിൻ്റെ എക്സ്പ്രഷൻ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. അതെന്തല്ല, ഹാഫ് ഇൻറ്റീജറിൻ്റെ കേസിൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ ഇതെന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എപ്പോഴും നമ്മൾ ഇൻറ്റീജർ ക്വാണ്ടം നമ്പർ എപ്പോഴും നമ്മൾ ഇൻറ്റീജറായിട്ടാണ് എടുക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് വേറൊരു വാല്യൂ കിട്ടും. y മൈനസ് ഹാഫ് എന്നുള്ള വാല്യൂ കൂടെ നേരത്തെ എഴുതിയ എക്സ്പ്രഷൻ കിട്ടും. y ഹാഫ് മൈനസ് ഹാഫ് ഓഫ് തീറ്റ ഫൈ ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് സി ഹാഫ് എൽ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് I5/2 ഇൻറ്റു റൂട്ട് സൈൻ തീറ്റ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനിലും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, y ഹാഫ് മൈനസ് ഹാഫ്, ഇവിടെ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടി. നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് y ഹാഫ് മൈനസ് ഹാഫിൻ്റെ വാല്യൂ വെച്ചാൽ അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വരിക: സി ഹാഫ് ഡാഷ് ഇ റൈസ് ടു മൈനസ് I5/2 റൂട്ട് സൈൻ തീറ്റ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും സെയിം ആണ്, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും കോൺട്രാഡിക്റ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ആ ഒരു പോസിബിലിറ്റി എല്ലിൻ്റെ വാല്യൂ എന്തില്ല, ഹാഫ് ഇൻറ്റീജർ ആവുന്ന കേസിലാവില്ല. എല്ലിൻ്റെ വാല്യൂ ഇൻറ്റീജർ ആയിരിക്കും. എൽ ഇൻറ്റീജർ ആകുമ്പം എം ഷുഡ് എന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. പിന്നെ ആംഗുലർ മൊമെൻറ്റം ഓർ ക്വാണ്ടം നമ്പർ ഒരിക്കലും എന്തായില്ല, ഹാഫ് ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ ആംഗുലർ മൊമെൻ്റ് എന്നുള്ള ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാണ് ലാസ്റ്റ് ടോപ്പിക് എന്താണ്? ആംഗുലർ മൊമെൻ്റ് എന്നല്ല, ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റ്. ഇതിൽ നമുക്ക് ഒരു അഡീഷണൽ ഓഫ് ആംഗുലർ മൊമെൻറ്റും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ സ്ഫെറിക്കൽ ഹാർമോണിക്സ് റൊട്ടേഷൻ മെട്രിക്സ് നമ്മൾ പ്രീവിയസ് ചെയ്ത പോലെ തന്നെ സ്പിന്നിൻ്റെ കേസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റൊട്ടേഷൻ ഓപ്പറേറ്റർ D(r) അസ്യൂം ചെയ്യുക. നമ്മൾ റൊട്ടേഷൻ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കെറ്റ് ഇവിടെ Z എന്ന് അസ്യൂം ചെയ്യുക. നമ്മളപ്പം നമ്മുടെ ഡയറക്ഷൻ എന്നെ ഡിഫൈൻ ചെയ്യാം. എന്നെ എന്താണ്? Z എന്ന് പറയുന്ന ഓപ്പറേറ്ററിൽ റൊട്ടേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്താണ് നമുക്ക് നമ്മുടെ ഡയറക്ഷൻ ഐഗൺ കെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. വേറെ N ഈസ് ദ ഡയറക്ഷൻ ഐഗൺ കെറ്റ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. അതെങ്ങനെ കിട്ടുന്നത്? Z എന്ന് പറയുന്ന ഒരു കെറ്റിൽ നമ്മുടെ റൊട്ടേഷൻ ഓപ്പറേറ്ററായ D(r) ആക്ട് ചെയ്താലാണ് നമുക്ക് കിട്ടുക. നമ്മൾ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അവിടെ നമ്മൾ ആൽഫ ബീറ്റ പറഞ്ഞ 2 ആംഗിളാണ് യൂസ് ചെയ്തത്. അതിൽ പകരം നമ്മളിവിടെ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ഫോമിലേക്കല്ല വരുന്നത്. അപ്പോൾ നമ്മൾ തീറ്റ ഫൈ എന്നുള്ള 2 ആംഗിൾ എടുക്കും. ഇൻസ്റ്റെഡ് ഓഫ് ബീറ്റ വി ചൂസ് ആസ് ദ ആംഗിൾ അറ്റ് തീറ്റ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ആൽഫ വി ചൂസ് ഫൈ. ഓക്കെ, നമ്മൾ യൂളർ ആംഗിൾസിൻ്റെ നൊട്ടേഷനിൽ തന്നെ D(r) = D of alpha = ബീറ്റ, ബീറ്റ = തീറ്റ ആൻഡ് ഗാമ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നില്ല. ഓൺലി 2 ഡയമെൻഷനാണ്. കാരണം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് 3 ഡയമെൻഷൻ ഉണ്ടെങ്കിലും അതിൽ ഒരു കോമ്പോണൻ്റാണ് റേഡിയൽ കോമ്പോണൻ്റാണ്. നമ്മളിവിടെ ആംഗുലർ കോമ്പോണൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ വി ചൂസ് ഗാമ = 0. അപ്പം ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് D(r) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ eigen ket as sigma Lm D(r) Lm and Lm acting on theta. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ N എന്ന് പറയുന്ന ആ ഒരു കെറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. ദെൻ ഇക്വേഷൻ Lm ഡാഷ് വെച്ചിട്ട് അല്ലെങ്കിൽ N എന്നുള്ള കെറ്റ് വെച്ചിട്ട് Lm ഡാഷ് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദെൻ D(r) ഇൻ ടേംസ് ഓഫ് M ഡാഷ് എമ്മിൻ്റെ ടേമിലേക്കൊക്കെ മാറ്റി ഇവിടെ Lm വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഒരു ക്ലോഷർ റിലേഷൻ്റെ ടേമിലേക്ക് വരും. അതൊക്കെ നമ്മളിവിടെ Lmz എന്നുള്ള ആ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക, Ylm സ്റ്റാർ തീറ്റ ഫൈ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുക. ആൻഡ് നമ്മൾ ഓരോ വാല്യൂ വെച്ചിട്ടാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തീറ്റാസ് ഈക്വൽ ടു 0 ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു അൺഡിറ്റർമൈൻഡ് ആയിട്ട് ചൂസ് ചെയ്യുക. അറ്റ് തീറ്റാസ് ഈക്വൽ ടു 0 Ylmൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അപ്പം അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഏകദേശം √12 + 1/4π × PL of cos θ. ഓക്കെ, ഡെൽറ്റ M0 എന്നുള്ള ആ ഒരു കണ്ടീഷൻ വരും. Lm z സ്റ്റാർ നമ്മളെന്ത് കൊടുത്തു? Ylm സ്റ്റാർ
തീറ്റ is equal to 0. ഫൈ എന്താണ്? അൺഡിറ്റർമൈൻഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് √2l+1 4π ഡെൽറ്റ m0, കാരണം തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പം ആ ഒരു കണ്ടീഷനിൽ ഓക്കെ, എമ്മിൻ്റെ വാല്യൂ നോൺ സീറോ, എല്ലിൻ്റെ വാല്യൂ 0, ഡെൽറ്റ എം എൽ ആയിരുന്നു, എല്ലിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ടാണ് ഡെൽറ്റ m0 എന്ന് വന്നത്. പിന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഈ കേസിലേക്ക് തന്നെ പോകുമ്പോൾ ഓരോ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡൊന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പോകുമ്പോൾ ജനറലായിട്ടുള്ള കേസ് കിട്ടും. അപ്പോൾ YLM of theta phi is equal to √2l+1 divided by 4π DLM of 0, alpha is equal to 5, beta is equal to 0, gamma is equal to 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഓരോ വാല്യൂ കിട്ടും. √4π divided by 2l+1 YLM of star theta phi. ഇനി m is equal to 0 ആണെന്നുള്ള കേസിലാണെങ്കിൽ D00 of L beta at beta is equal to theta. ബീറ്റയും തീറ്റയും ഒന്നും മാറിപ്പോവരുത്, കാരണം പ്രീവിയസ് ക്ലാസ്സിൽ വെച്ച് അതേ കമ്പാരിസണിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞല്ലോ, ആൽഫക്ക് പകരം ഫൈ എന്നും ബീറ്റയ്ക്ക് പകരം തീറ്റ എന്നും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് ഒരു PL of cos തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബീറ്റ is equal to 0 എന്ന് എടുത്താൽ നേരെ PL of cos തീറ്റ എന്നുള്ള എക്സ്പ്രഷനും കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൂവ്മെൻറ്റിൻ്റെ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലർ മൂവ്മെൻറ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള അഡീഷൻ ഓഫ് ആംഗുലർ മൂവ്മെൻറ്റും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ സെമിനാർ ടോപ്പിക്കൊക്കെ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ടോപ്പിക്ക് ഇതുവരെ എനിക്ക് സെൻഡ് ചെയ്തില്ല, അതും കൂടെ ഒന്ന് ചെയ്യണം. അപ്പം ഇത്രയും കാര്യം. ഓക്കെ, താങ്ക് യു.